എല്ലാവർക്കും SC Tech സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ OnePlus Note റിവ്യൂ പാർട്ടാണ്. അപ്പം ഇതിപ്പം കുറച്ച് നാളായി ഞാൻ ഇപ്പൊ ഇതിന്റെ റിവ്യൂ ഇടാന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞാൻ ലോങ് ടേം റിവ്യൂ ആക്കാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കുറച്ച് പ്രോജക്റ്റിന്റെ പുറകെ നിൽക്കുമായിരുന്നു. അപ്പൊ അതിലൊരെണ്ണം ഫെയിലായി. അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്തതായിരുന്നു, പക്ഷെ അത് ഫെയിൽ ആയതുകൊണ്ട് പിന്നെ ഞാൻ അതിന്റെ റിപ്പയറിങ്ങിന് നിന്നുപോയി. ഇപ്പൊ 60 ദിവസം അതിന്റെ അന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ റിവ്യൂ പാർട്ട് ഇടാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ട് ആൾക്കാരുടെ കയ്യിൽ ഈ OnePlusനെ കുറിച്ചുള്ള. അപ്പൊ ഫസ്റ്റ് ഡൗട്ട് എന്ന് വെച്ചാൽ OnePlus എവിടെ നിന്നുള്ളതെന്നായിരിക്കും. അപ്പൊ OnePlus അമേരിക്കയാണോ ചൈനയാണോ എന്നൊക്കെ ചിലവർക്ക് ഡൗട്ട് കാണും. ഓഫ്കോഴ്സ് OnePlus ചൈനയിൽ നിന്നാണ്. അതായത് ഓപ്പോ എന്ന് പറഞ്ഞ ബ്രാൻഡിനെയൊക്കെ കൊണ്ടുവന്ന BBK എന്ന് പറഞ്ഞ കമ്പനി കൊണ്ടുവന്ന ഒരു കമ്പനിയാണ് OnePlus. BBK കൊണ്ടുവന്ന കുറച്ച് കമ്പനീസ് ആണ് ഓപ്പോ, വിവോ, റിയൽമി, OnePlus, IQ. ഇവരെല്ലാം ഈ BBK എന്ന് പറഞ്ഞ ചൈനയിലത്തെ ഒരു കമ്പനിയിൽ നിന്ന് വന്ന കുറച്ച് മിനി കമ്പനീസ് ഒക്കെയാണ്. പിന്നെ ഇതിന്റെ ഡൗട്ട് വരുന്നതെന്ന് വെച്ചാൽ ഒരു ടിന്റ്, അതായത് ഇപ്പം നമ്മള് ഇഗ്നീറ്റോ മോഡായി വിചാരിച്ചോ, നമ്മുടെ ക്രോമില് ഞാനിപ്പോ ക്രോമിലെടുത്ത് ഇഗ്നീറ്റോ മോഡാക്കി കഴിഞ്ഞാൽ ഇവിടെ പിങ്ക് ടിന്റ് ഒക്കെ വരുന്നുണ്ടോ എന്ന് ആൾക്കാർക്ക്, പിങ്കോ ഗ്രീനോ ടിന്റ് ഒക്കെ വരുന്നുണ്ടോ എന്ന് ഡൗട്ട് കാണും. അപ്പം നമ്മളിപ്പോ ക്യാമറയിലൊക്കെ കൂടെ ഇതുണ്ടെന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നും, പക്ഷെ എനിക്ക് ഒട്ടും തോന്നുന്നില്ല. നമ്മളിപ്പോ അത് ഉണ്ട് നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയാലൊക്കെ അത് കാണത്തുള്ളൂ. ഇവിടെ ചെറിയ പിങ്കോ, ഇവിടെ ചെറിയ ഗ്രീൻ ടിന്റ് ഒക്കെ ഉള്ള പോലെ നമുക്ക് തോന്നും. അതൊക്കെ സാധാരണയാണ്, പക്ഷെ എനിക്ക് അത്രയും തോന്നുന്നില്ല. ഓക്കെ, പിന്നെ നമുക്കില്ല മെയിൻ ഡൗട്ടാണ് ക്യാമറ. ഇതിന്റെ മാക്രോ ക്യാമറ ഒക്കെ എങ്ങനെയുള്ളതാണെന്ന്. സോ അതാ ഈ അവസാനം വരുന്നത് ഡെപ്തും അതിന്റെ മുകളിൽ മാക്രോ ആണ്. ഇത് എങ്ങനെയുണ്ടെന്നും അപ്പൊ നമുക്ക് അതിന്റെ ഈ വീഡിയോന്റെ അവസാനം ഇതാ. അപ്പൊ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പേ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കഴിയുന്ന പരമാവധി ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങാം. ഓക്കെ, നമ്മളപ്പോ സ്പെസിഫിക്കേഷൻസ് പറയുന്നതിന് മുമ്പ് ഞാൻ ലാപ്പ് ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ കുറച്ച് പ്രസന്റേഷൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കൊന്ന് റിക്കവർ ചെയ്തതിന്റെ എല്ലാം ഒന്ന് ഓർത്തിരിക്കാൻ, അതുകൊണ്ടാണ് ഇത് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് സ്പെസിഫിക്കേഷൻസ് പറയുന്നതിന്റെ മുമ്പേ ഗൂഗിളിന്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കാം, ഇപ്പോഴത്തെ ചീപ്പസ്റ്റ് 5G ഫോൺ ഇന്ത്യയിൽ ഏതാണെന്നാണ് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട്. അതിന്റെ മുമ്പേ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ റെക്കോർഡിംഗ് ഓൺ ആക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പൊ സ്ക്രീൻ റെക്കോർഡിംഗ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇതാ ഇവിടെ സ്ക്രീൻ റെക്കോർഡിംഗ്. Which is the cheapest 5G phone in India? Realme X50 Pro. ഇപ്പൊ ഇവര് പറഞ്ഞത് റിയൽമി X50 Pro എന്നാണ്. ഞാൻ ഇപ്പൊ ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് ഒരു സ്ക്രീൻ റെക്കോർഡിംഗിന്റെ വിഷ്വൽസ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ റിയൽമി X50 Pro എന്ന് വെച്ചാൽ എന്താ OnePlus 5Gനെക്കാട്ടും ചീപ്പസ്റ്റ് ആണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്, OnePlus Note-നെക്കാട്ടും. നമുക്കൊന്ന് ഗൂഗിളിൽ ഒന്ന് റിയൽമി X50ന്റെ പ്രൈസ് ഒന്ന് നോക്കാം. ഇവിടെ റിയൽമിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾ ആ പ്രൈസ് കാണുന്നുണ്ടോ? 41,999 എന്നാണ് പറയുന്നത്. അപ്പൊ ഗൂഗിളിന്റെ വരെ തെറ്റിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ചീപ്പസ്റ്റ് 5G ഫോൺ എവിടെയാണ്, നമുക്ക് ഇന്ത്യയിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് OnePlus Note ആയിരിക്കും. ചൈനയിൽ വേറെ ചീപ്പസ്റ്റ് 5G ഫോൺ ഉണ്ട്, പക്ഷെ അത് ഇന്ത്യയിലേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പൊ ഇപ്പോഴത്തെ ചീപ്പസ്റ്റ് 5G ഫോൺ OnePlus Note ആണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ റിവ്യൂ പാർട്ടിലേക്ക് പോവാം. ഓക്കെ, നമുക്കപ്പോ ഈ ഫോണിന്റെ സൈസിൽ നിന്ന് തന്നെ ആദ്യം പോകാം. അപ്പൊ ഇതിൽ വരുന്ന ഹൈറ്റ് എന്ന് വെച്ചാൽ 158.3 mm ആണ് വരുന്നത്. വിത്ത് 73.3 mm വരുന്നുണ്ട്. തിക്നെസ് 8.2 mm. പിന്നെ വെയിറ്റ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. ഇത് 184 gram ഉണ്ട്. അത്രക്കും വെയിറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് നോർമലായിട്ട് നമുക്ക് ഒരു കൈ തന്നെ പിടിക്കാന്നേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഇനി അടുത്ത പോണെന്ന് വെച്ചാൽ ഇതിന്റെ ഡിസ്പ്ലേ ആണ്. അപ്പൊ ഞാൻ ഡിസ്പ്ലേനെ കുറിച്ച് പറഞ്ഞുതരാം. ഞാൻ ഇവിടെ പ്രസന്റേഷൻ ജസ്റ്റ് ഇത് വെച്ചിരിക്കുകയാണ് എനിക്ക് നോക്കാനായിട്ട്. ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ 6.44 ഇഞ്ചിന്റെ ഫ്ലൂയിഡ് ആംലഡ് ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പം നല്ല ക്ലാരിറ്റി ഉള്ള 6.44 ഇഞ്ചിന്റെ ആണ് വരുന്നത്. പിന്നെ ഇവിടെ നോച്ച് പഞ്ച് ഹോൾ ക്യാമറയാണ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്ന 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. അതാണ് ഇതിന്റെ ഒരു കീ സ്പെസിഫിക്കേഷൻസിൽ ഒന്ന്. അതായത് എല്ലാ ഫോൺസിലും വരുന്നത് 60 ഹെർട്സ് ആണ്. അപ്പൊ ഇതിൽ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്.
ഞാൻ ഇപ്പൊ അതിന്റെ ജസ്റ്റ് ഒരു ക്ലിപ്പ് കാണിച്ചു തരാം, ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്തത്. ഓക്കെ, നിങ്ങളിപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കൽ എടുത്തൊരു സ്ക്രീൻ റെക്കോർഡിങ്ങും പിന്നെ ഒരു ക്യാമറ എടുത്ത വിഷ്വൽസാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, നല്ലൊരു റിഫ്രഷ് റേറ്റ് ആണ്. അതായത് സാധാ ഫോണിനെക്കാട്ടും നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റിഫ്രഷ് വരുന്നത് പക്കയാണ്, നല്ല സ്മൂത്തുമാണ്. ഓക്കെ, ഇനി ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ 2400 ഇൻറ്റു 1080 വരുന്ന റെസൊല്യൂഷൻ വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ 86.5 റേഷ്യോ വരുന്നുണ്ട്. അതായത് സ്ക്രീനും ബോഡീന്റെ റേഷ്യോ. അതായത് ഇവിടെ ഇങ്ങനെ ബ്ലാക്ക് ഇത് കണ്ടോ നിങ്ങൾ, ബെസൽസ്, ഈ ബ്ലാക്ക് ബെസൽസിന് അനുസരിച്ച് ഇവിടെ സ്ക്രീൻ വരുന്ന ഈ ബോഡീന്റെ 86.5 റേഷ്യോ ആണ് വരുന്നത്. പിന്നെ ഇത് പ്രൊട്ടക്ഷൻ വന്നിരിക്കുന്നത് ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതായത് ഇവിടെ ബാക്കിലും ഗൊറില്ല ഗ്ലാസ് ആണ്, ഫ്രണ്ടിലും ഗൊറില്ല ഗ്ലാസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ബാക്ക് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് വെച്ചാണ്. അപ്പൊ അതിന്റെ പുറത്ത് ഗൊറില്ല ഗ്ലാസ് വെച്ചിരിക്കുകയാണ്. പിന്നെ ഫ്രണ്ടിൽ ഒരു ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ, ഗൊറില്ല ഗ്ലാസ് സാൻഡ്വിച്ച് ആണ്. പിന്നെ ഈ സൈഡിൽ വരുന്നതെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ആണ്. പിന്നെ ഈ ബട്ടൺസ് എല്ലാം മെറ്റാലിക് ആണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ ബാറ്ററി നോക്കാം. അത് 4150 വരുന്നുണ്ട്. അവരെന്താ അങ്ങനെ തന്നെയെന്ന് അറിയത്തില്ല. അത് OnePlus ഒരു 4200 തരുന്നതിന് പകരം 4150 തന്നിരിക്കുന്നത്. ഒരു 50 to 70% 30 മിനിറ്റ്സിൽ ആകുമെന്നാണ് അവർ പറയുന്നത്. വിത്ത് വാപ്പ് ചാർജ് 30T. അവരുടെ ചാർജ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 0 to 70% ആവും. എനിക്കത് അനുഭവം വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ അതൊരു 50% ആവത്തുള്ളായിരുന്നു. പിന്നെ അത് കൂടി ഇപ്പൊ ഒരു 70% ഒക്കെ ആവുന്നുണ്ട്, ഹാഫ് ആൻ അവർ വെച്ച്. അത് നല്ലതാണ്. പക്ഷേ ഇതിന്റെ ഒരു ബാറ്ററി ചെറിയൊരു ഉപയോഗിക്കാതെ തന്നെ പോകുന്നുണ്ട്. ചെറുതായിട്ടാണ്, അത് വലിയ പ്രശ്നമില്ല. നമുക്കിനി അടുത്ത് നോക്കാം. അടുത്ത് നമ്മൾ ഇത് പറയാൻ പോണത് ഇതിന്റെ ക്യാമറയാണ്. റിയർ ക്യാമറ ആദ്യം ഇറങ്ങാം. അപ്പൊ ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ആദ്യം മെഗിളി വരുന്നത് 8 MB അൾട്രാ വൈഡ് ആണ് വരുന്നത്. പിന്നെ 48 MB പ്രൈമറി ക്യാമറ, മെയിൻ ക്യാമറയാണ് വരുന്നത്. പിന്നെ വരുന്നത് 5 MB ഡെപ്തും 2 MB മാക്രോയുമാണ്. അതായത് 5 MB ഡെപ്ത് ഇതാ മൂന്നാമതാണ്. പിന്നെ 2 MB മാക്രോ താഴെത്തും. പിന്നെ ഫ്രണ്ട് ക്യാമറ വരുന്നത് ഇവിടെ വരുന്നത് 8 MB അൾട്രാ വൈഡും പിന്നെ ഇവിടെ വരുന്നത് 32 MB പ്രൈമറി ക്യാമറയും. പിന്നെ നമുക്ക് ഇതിന്റെ പ്രോസസ്സർ, അതൊരു എന്റെ കീ ഫീച്ചറിൽ മെയിൻ ആയിട്ടുള്ള ഒരെണ്ണമാണ്. അതായത് സ്നാപ്ഡ്രാഗൺ 765G ആണ്. അതായത് 765G എന്ന് പറയുന്നത് അതിൽ 5G സപ്പോർട്ട് ആയിട്ടുള്ള ഒരു ചീപ്പസ്റ്റ് 5G ഫോണായ കാരണം തന്നെ ഇത് ഈ പ്രോസസ്സർ കാരണമാണ്. അപ്പൊ ഈ പ്രൈസ് സെഗ്മെന്റിൽ ഈ പ്രോസസ്സർ കൊണ്ടുവരാൻ തന്നെ OnePlus കുറച്ച് ഇത് ചെയ്ത് കാണും. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫ്ലൂയിഡ് ആംലെറ്റ് ഡിസ്പ്ലേ ആയതുകൊണ്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റും തരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, നമ്മളിപ്പോ സ്ക്രീൻ ഓൺ ആക്കണ്ട, ഇതിൽ വരുന്ന ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ്. അതായത് നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സമയവും ഇതും കാണിക്കാം. നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് പൊക്കിയാൽ ഇങ്ങനെ വരുന്ന പോലെ ആക്കാം. ഞാൻ ഇപ്പൊ തൊടുന്ന പോലെയാണ് വെച്ചിരിക്കുന്നത്. തൊടുമ്പോൾ നമുക്ക് ഇങ്ങനെ ഫിംഗർ പ്രിന്റ് വെക്കാന്നേ ഉള്ളൂ. പിന്നെ അതർ സ്പെക്സിൽ വരുന്നതാണ് ഡുവൽ നോയിസ് ക്യാൻസലേഷൻ മൈക്സ് വരുന്നുണ്ട്. സിംഗിൾ മോണോ സ്പീക്കർ ആണ് വരുന്നത്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് അല്ല, മോണോ ആണ്. പക്ഷെ നല്ല സൗണ്ട് ഉള്ള മോണോ സ്പീക്കർ ആണ് വരുന്നത്. പിന്നെ അലേർട്ട് സ്ലൈഡർ, OnePlusന്റെ ഇപ്പൊ എല്ലാ ഫോണിലും വരുന്ന ഒരു കാര്യമാണ് അലേർട്ട് സ്ലൈഡർ. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ ഇത് സൗണ്ട് ഉള്ള രീതിയാണ്, വൈബ്രേഷൻ, പിന്നെ സൈലന്റ്, വൈബ്രേഷൻ, റിംഗ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു നല്ലതാണ്. പെട്ടെന്ന് ഫോൺ സൈലന്റ് ആക്കണമെങ്കിൽ ഇത് നല്ലതായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇതിൽ വേറെ വരുന്നത് ടൈപ്പ് സിന്റെ ചാർജിങ് ആണ്. സാധാ നമ്മുടെ എപ്പോഴും കാണുന്ന ഫോണിലല്ല, ടൈപ്പ് സി ആണ്. ഇപ്പോഴത്തെ മിക്ക ഫോണിലും ടൈപ്പ് സി ആണ് വരുന്നത്. പക്ഷെ പണ്ടത്തേലൊക്കെ വരുന്നത് നമ്മുടെ സാധാ പ്ലഗ് ഇല്ലേ, അതാണ് വരുന്നത്. പിന്നെ 90 Hz ഡിസ്പ്ലേ. ഓക്കെ, നമുക്ക് ഇനി വേറെ ഫീച്ചേഴ്സ് ഒക്കെ നോക്കാം. അപ്പൊ ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ സ്പെക്സിൽ വരുന്നത് ഓക്സിജൻ OS വിത്ത് Android 10 ആണ് വരുന്നത്. അപ്പൊ എനിക്ക് ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഓക്സിജൻ OS. ഈ OnePlusന്റെ ഒരു ബ്ലോട്ട് വെയർസും ആഡ്സും ഒന്നും ഇല്ലാത്തൊരു ഇതാണ്. വെറുതെ വേണ്ടാത്ത കുറെ ആപ്പും ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് ഇപ്പൊ ഗെയിമിങ്ങിന് തന്നെ ഒരു ആപ്പേ തന്നിട്ടുള്ളൂ. പിന്നെ ഗാലറി, ഇവിടെ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ആപ്പ് തന്നിട്ടുണ്ട് അവര്, ഗാലറി. ഇങ്ങനെ കുറച്ച് ആപ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത കുറച്ച് ആപ്പാണ്.
പിന്നെ വേണ്ടാത്ത നെറ്റ്ഫ്ലിക്സ് കിടക്കുന്നുണ്ട്. ഇവിടെ നെറ്റ്ഫ്ലിക്സ് ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ ഒരു നല്ല ബെസ്റ്റ് ഇങ്ങനെ ക്ലീൻ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയതാണ്, ഇതിന്റെ കൂടെ കിട്ടിയ TPU കേസും പിന്നെ ഇതിൽ ഒട്ടിച്ചിട്ട് ഒരു ടെമ്പേർഡ് ഗ്ലാസ് അല്ല, ചെറിയൊരു പ്ലാസ്റ്റിക് ടൈപ്പ് തന്നിട്ടുണ്ട്. അപ്പൊ TPU കേസ് അവരുടെ ആ കേസിന്റെ സ്വഭാവം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്, ചെറിയ മഞ്ഞച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഒരു മഞ്ഞപ്പ് വന്നിട്ടില്ലേ കേസിൽ. പിന്നെ ഇതിൽ വന്നിട്ടുള്ള ഇതിൽ കുറച്ച് സ്ക്രാച്ച് ഒക്കെ കൊണ്ടുണ്ട്. കാരണം ഇത് ഗ്ലാസ് അല്ല, ഇതിന്റെ പുറത്ത് കിടക്കുന്ന ഈ ടെമ്പേർഡ്, ഇത് ജസ്റ്റ് ഒരു എല്ലാ ഫോണും വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ഗ്ലാസ് ആണ്. പക്ഷെ നല്ല ഡ്യൂറബിൾ ആണ്, കുറച്ച് നാൾ നിൽക്കും. ഓക്കെ, പിന്നെ ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ കസ്റ്റമൈസേഷൻ ആണ്. അതായത് നമുക്ക് ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇവർ തന്നിരിക്കുന്നത്. ഞാൻ ഇപ്പൊ സെറ്റിംഗ്സിൽ ചെന്ന് കാണിച്ചു തരാം. ഇവിടെ തന്നെ നമുക്ക് കസ്റ്റമൈസേഷൻ കാണാൻ കഴിയും. അപ്പൊ നമ്മുടെ വാൾപേപ്പർ, ക്ലോക്ക് സ്റ്റൈൽ, ഫിംഗർ പ്രിന്റ് ആനിമേഷൻ, ഇപ്പൊ തന്നെ കുറെ ആനിമേഷൻ തന്നിട്ടുണ്ട്. ആനിമേഷൻ ഒന്നും ഇല്ലാതെ എനർജി കോസ്മോസ് ഇങ്ങനെയൊക്കെ ഇപ്പൊ തന്നെ കണ്ടോ കോസ്മോസ്. ഞാൻ ഇപ്പൊ കോസ്മോസ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. നിങ്ങളത് കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ റെക്കോർഡിംഗ് ഓൺ ആക്കിയിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ സ്ക്രീൻ റെക്കോർഡിംഗ് ഓൺ ആണ്. ഞാൻ ഇപ്പം ഇവിടെ വെക്കുന്നുണ്ട്. ഞാൻ ഇവിടെ മെയിലിൽ എവിടെയെങ്കിലും ഇപ്പൊ അത് കാണിച്ചു കാണും. ഓക്കെ, ഞാൻ ഇപ്പൊ അത് സ്റ്റോപ്പ് ചെയ്യുവാണ്. അപ്പൊ ഇതിൽ വേറെ കുറെ വരുന്ന നമ്മുടെ ബട്ടൺസ് എങ്ങനെ വേണം, കളർ എങ്ങനെ വേണം, ഇത് കുറെ ഇങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഫോണിൽ വേറെ വരുന്നത് ഇതില് സ്റ്റോറേജ് വരുന്നത് റാം വേരിയൻസ് 6GB ഉണ്ട്, 8GB ഉണ്ട്, 12GB ഉണ്ട്. LPDDR4X ആണ് വരുന്നത്. സ്റ്റോറേജ് 64GB ഉണ്ട്. പക്ഷെ അത് വാങ്ങിക്കുന്ന ഒട്ടും നല്ലത്. 64GB വാങ്ങിച്ചാൽ നിങ്ങൾ പെട്ടുപോകും. അതായത് അവിടെ മെമ്മറി കാർഡിൽ ഇടാൻ പറ്റത്തില്ല. ഈ ഫോണിൽ മെമ്മറി കാർഡിന്റെ സ്ലോട്ട് തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ 64GB വാങ്ങിച്ചത് തീർന്നു പോയി കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പൊ ഇത് 128GB സ്റ്റോറേജ് വേരിയന്റ് ആണ്. പിന്നെ വരുന്നത് 256GB സ്റ്റോറേജ് വേരിയന്റ് ഉണ്ട്. UFS 2.1 ആണ് വരുന്നത്. പിന്നെ NFC എനേബിൾഡ് ഫോണാണിത്. ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും NFC കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എനിക്കും അറിയത്തില്ലായിരുന്നു ഈ ഫോൺ വാങ്ങിച്ചപ്പോൾ NFC എന്ന് വെച്ചാൽ എന്തുവാണെന്ന്. ഇവിടെ മിഡിലായിട്ട് അത് ഓണാക്കി തന്നിട്ടുണ്ട് ഇവര്. NFC എന്ന് പറഞ്ഞ് NFC ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ സ്ക്രീൻ റെക്കോർഡിങ് ഇവിടെ NFC എന്ന് പറഞ്ഞ് കണ്ടോ. ഈ NFC-ന്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഈ കാർഡ് എന്ന് വെച്ചാൽ ഞാൻ ഇത് എൻ്റെ ഒരു പണ്ടത്തെ പ്രോജക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് താഴെ തരാം. യൂട്യൂബിലല്ല, അതെന്റെ ഫേസ്ബുക്കിലാണ്. അപ്പൊ ഈ കാർഡ് ഞാൻ ഈ ഫോണിന്റെ പുറകെ വെക്കുക. എന്റെ ചാനൽ എടുത്തുണ്ടോ. ഞാൻ ഇപ്പൊ ഈ കാർഡ് എങ്ങനെ പ്രോഗ്രാം ചെയ്തിട്ടാണ്. അതായത് ഇപ്പൊ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഈ കാർഡ് രസമില്ലേ? അത് എന്ന് വെച്ചാൽ എന്റെ ഒരു NFC എനേബിൾഡ് ഫോൺ ആയതുകൊണ്ടാണ്. ഞാൻ NFC എന്ന് വെച്ചാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് കിട്ടിയത്. ഈ കാർഡിൽ NFC അല്ല, ഇത് RFID കാർഡ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് NFC-ന്റെ ഒരു ടാഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. സോ നമുക്ക് ഇനി അടുത്ത ഫീച്ചേഴ്സ് ഒക്കെ നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ഫീച്ചേഴ്സിലേക്കല്ല പോണത്, റിവ്യൂ പാർട്ടിലേക്ക് പോവാം. അപ്പം ഇതിന്റെ ഡിസ്പ്ലേ തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. സോ എനിക്ക് തോന്നിയതിൽ ബെസ്റ്റ് ഡിസ്പ്ലേ ആണ്. ഒരു ഫ്ലൂയിഡ് ആംലോഡ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ ആംലോഡ് ഡിസ്പ്ലേ ഒക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു നല്ല ഇതുണ്ട്. ഞാൻ ഇപ്പം ഒരു 4K വീഡിയോ ഇതിൽ പ്ലേ ചെയ്തത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങളിപ്പോൾ കാണുന്ന ഞാൻ യൂട്യൂബിൽ നിന്ന് എടുത്തൊരു 4K വീഡിയോ ആണ്. എനിക്ക് കോപ്പിറൈറ്റ് വരത്തില്ലെന്നാണ് വിശ്വാസം. ഞാൻ ഇപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ തന്നെ നല്ല ക്ലാരിറ്റിയിലാണ് ഇത് എനിക്കിപ്പോൾ കിട്ടുന്നത്. പിന്നെ ഒരു ചെറിയൊരു പിങ്കിഷ് ലുക്ക് വരാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്നത് വേറെ ഒരു Oppo F9 Proയിൽ നിന്നാണ്. അപ്പോൾ അതിൽ നിന്ന് വരുന്നൊരു ചെറിയ പിങ്കിഷ് എഫക്റ്റ് ഉണ്ട്. പക്ഷെ നല്ല ക്ലാരിറ്റിയിലാണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ ഇപ്പോൾ ഇത് ഫുൾ സ്ക്രീൻ മോഡിലാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് നോർമൽ. ഞാൻ ഇപ്പോൾ സൂം ചെയ്ത് ഫുൾ സ്ക്രീനിൽ വെച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളിപ്പോൾ കണ്ടു കാണും. പിന്നെ സ്മൂത്ത് റിഫ്രഷ് റേറ്റ്, അതായത് നമുക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പൊക്കി ഇങ്ങനെ സ്മൂത്ത് ആണ് 90 Hz ആയതുകൊണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ. പിന്നെ ബാറ്ററി എന്ന് വെച്ചാൽ ബെസ്റ്റ് ആണ്. നല്ല ബാറ്ററി ഉണ്ട്, നല്ല കപ്പാസിറ്റി ഉണ്ട്. ഒരു ദിവസം നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാം. ബട്ട് എവിടെയൊക്കെ ഒരു ഇത്തിരി ബാറ്ററി കുറയുന്നുണ്ട്.
അത് വലിയ പ്രശ്നമില്ല, കാരണം നല്ല ഫാസ്റ്റ് ചാർജിങ് ആണ്. 1 മണിക്കൂർ തന്നെ വേണ്ട, ഒരു 3/4 മണിക്കൂറിലേക്ക് ഇത് ഫുൾ ചാർജ് ആവും. പിന്നെ വരുന്നത് ക്യാമറ. ഈ ഫോണിന്റെ ഏറ്റവും കൂടുതൽ നമുക്ക് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ക്യാമറയാണ്. അപ്പം ക്യാമറ എനിക്ക് വലുതായിട്ട് ഇങ്ങനെ പ്രശ്നമൊന്നും തോന്നിയില്ല. റിയർ ക്യാമറയും പ്രൈമറി ക്യാമറാസ് എല്ലാം അങ്ങനെ വലിയ പ്രശ്നമില്ല. ഞാൻ ഇപ്പൊ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുള്ള കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ ഇപ്പൊ ഓണത്തിന് എടുത്തൊരു ഫോട്ടോയാണ്. പിന്നെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഫോട്ടോയും ഉണ്ട്. നല്ല ഡീറ്റെയിൽഡ് ആണ്, എനിക്ക് തോന്നിയത് നല്ല ബെസ്റ്റ് ഡീറ്റെയിലിംഗ് ഉണ്ട് ഈ ക്യാമറയിൽ. പിന്നെ ബീച്ചിലത്തെ ഒരു ഫോട്ടോ ഉണ്ട്, അത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല കളർ വൈബ്രൻസി ഉണ്ട്. പിന്നെ വരുന്നത് ഒരു അത്തത്തിന്റെ ഫോട്ടോ എടുത്തത്, നല്ലൊരു കളർ വൈബ്രൻസി ഉണ്ട്. ഓക്കെ, നമുക്ക് നല്ലൊരു പോർട്രേറ്റും നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ക്യാമറയാണിത്. പിന്നെ സെൽഫി ഫ്രണ്ട് ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണ്. ഫ്രണ്ട് ക്യാമറ കുറച്ചും കൂടെ നല്ലതാണ് ഇതിന്റെ ബാക്ക് ക്യാമറാസിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. ചില പോയിന്റിലൊക്കെ മാത്രം, അതായത് ഇപ്പൊ ബ്രൈറ്റ്നസ് ഇല്ലെങ്കിൽ കുറച്ച് കാര്യത്തിനൊക്കെ ഫ്രണ്ട് ക്യാമറ നല്ലതാണ്. ഇപ്പൊ ജസ്റ്റ് എന്റെ ക്യാമറ ആപ്പ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇങ്ങനെയാണ് ഇതിന്റെ ക്യാമറ ആപ്പ് വരുന്നത്. കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്: നൈറ്റ് സ്കേപ്പ്, പ്രോ മോഡ്, പോർട്രേറ്റ്, ഫോട്ടോ, വീഡിയോ, സ്ലോ മോഷൻ, പനോരമ, ടൈം ലാപ്സ്. എല്ലാത്തിനും നല്ല റിസൾട്ട് എനിക്ക് വരുന്നുണ്ട്. പിന്നെ ഇതില് വന്നിട്ടുള്ള വേറെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോ ഒരു ചെടീന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് നല്ലൊരു പോർട്രേറ്റ് ആണ് ഞാൻ എടുത്തത്. ജസ്റ്റ് ഒരു പോർട്രേറ്റ് ഓൺ ആക്കിയ പോലും ഇല്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തതാണ്. അത് നല്ലൊരു കളർ വൈബ്രൻസി കിട്ടുന്നുണ്ട്. പിന്നെ ഏകദേശം ഒരു 6 മണി ആയപ്പോഴത്തേക്ക് എടുത്തൊരു മരത്തിന്റെ കുറച്ച് ഫോട്ടോസ് ആണ്, അത് നല്ല കളർ വൈബ്രൻസി ഉണ്ട്. പിന്നെ ഒരു പൂവിന്റെ ഫോട്ടോ എടുത്തു, അതെല്ലാം നല്ല കളർ വൈബ്രൻസി ഉള്ള ഫോട്ടോ ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അതൊക്കെ. പിന്നെ നൈറ്റ് എനിക്കിത് തോന്നിയൊരു ബെസ്റ്റ് ആണ്, കാരണം ആദ്യമായിട്ടാണ് ഒരു നൈറ്റ് സ്കേപ്പ് ഉള്ള ഒരു ഫോണിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത്. അപ്പം നല്ലൊരു കളർ വൈബ്രൻസി, വെളിച്ചം നല്ലോണം കൂട്ടി തീർക്കുന്നത്. നല്ല ഇരുട്ടായിരുന്നു ഫോട്ടോ എടുത്തപ്പം, പിന്നെ അത് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വെളിച്ചം വന്നായിരുന്നു. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്നത് മാക്രോ ക്യാമറ ആണ്. ഈ 2 MB മാക്രോ ക്യാമറ വേസ്റ്റ് ആണെന്നൊക്കെ എല്ലാവരും പറയുന്നതാണ്. പക്ഷെ എനിക്ക് ആദ്യമൊക്കെ ഈ ഫോണിന്റെ മാക്രോ ക്യാമറ വലിയ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ചെറിയല്ല, നല്ലോണം ഒരു മാക്രോ നമുക്ക് തോന്നിയില്ല. പിന്നെ പക്ഷെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് 3-4 വന്നു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്, അതിൽ കൂടെ അവർ ഫിക്സ് ചെയ്യുന്നുണ്ട് അതിപ്പം. ഓക്കെ, ഇപ്പൊ ഞാൻ കുറച്ച് മാക്രോയിൽ എടുത്താണ്. ഒരു നോർമൽ ഫോട്ടോ എടുത്തിട്ടുണ്ട്, മാക്രോയിൽ എടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പൊ അത് കാണിച്ചു തരാം. ഇപ്പൊ ഒരു ചെറിയൊരു പൂവിന്റെ നോർമലും, പിന്നെ ഇപ്പൊ കാണുന്നതെന്ന് വെച്ചാൽ ഒരു മാക്രോയുമാണ്. അപ്പൊ ഈ മാക്രോ എന്ന് വെച്ചാൽ നല്ലൊരു കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആണ്. പക്ഷെ ചില സ്ഥലത്തൊക്കെ ഈ മാക്രോ ഒന്ന് ഫെയിൽ ആവുന്നുണ്ട്. അതായത് നോർമൽ ഈ ഫോട്ടോയാണ്, മാക്രോ ഈ ഫോട്ടോയാണ്. ഇതിൽ കുറച്ചും കൂടെ ചെറുതായി ഒന്ന് തെറ്റി പോകുന്നുണ്ട്. പിന്നെ ചില സ്ഥലത്തൊക്കെ മാക്രോ നല്ലോണം വർക്ക് ആവുന്നുണ്ട്. ഇപ്പം ഞാൻ പായലിന്റെ ഫോട്ടോ എടുത്തത് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഒരു റോസാപ്പൂവിന്റെ എടുത്തിട്ടുണ്ട്, അതിലൊരു വെള്ളത്തുള്ളി നിൽക്കുന്നത്, അതും നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ ഈ ഫോണിൽ വരുന്നതാണ് AR. അതായത് ഇതിൽ AR ഫീച്ചർ ഉണ്ട്. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം AR എന്തുവാണെന്ന്. ഞാൻ ഇപ്പൊ ഗൂഗിളിൽ ചെല്ലുവാണ്. ഗൂഗിളിൽ ചെന്നിട്ട് ഞാൻ ഒരു ഡോഗ് എന്ന് സെർച്ച് ചെയ്യുവാണ്. ഡോഗ് അല്ല, ടൈഗർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ടൈഗർ ആനിമൽ എന്ന് പറഞ്ഞ് ഗൂഗിൾ ഒരു റിസൾട്ട് വന്നിട്ടുണ്ട്. ഞാൻ അതിലിതാ ഇവിടെ മീറ്റ് ലൈഫ് സൈസ്ഡ് ബംഗാൾ ടൈഗർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പൊ അത് വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ കാണാം, ഇത് വ്യൂ ഇൻ യുവർ സ്പേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതേക്ക് നമ്മൾ നെക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ വീടിന്റെ ഇവിടെ കാണാൻ കഴിയും. ഇവിടെ ഈ ടൈഗറിനെ നമുക്ക് ഇവിടെ നിർത്തുന്ന പോലെ ആക്കാം. കുറച്ചും കൂടെ നമ്മൾ ഒരു എക്സ്പേർട്ട് ആണെങ്കിൽ ഇത് നമുക്ക് കുറച്ചും കൂടെ ഇതായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ ഇപ്പൊ ഈ ടൈഗറിനെ അവിടെ നിർത്തുന്ന പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഇവിടെ കാണുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ചെയ്യുന്നൊരു പ്രോജക്റ്റ് ആണിത്, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ ഈ ടൈഗറിന് ഇങ്ങനെ AR പോലെ നമുക്ക് വെക്കാം. പക്ഷെ ഇത് കുറച്ചും കൂടെ കണ്ടോ, ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പൊ
ഞാൻ AR കുറച്ച് നല്ലൊരു പൊസിഷനിൽ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ് ഒക്കെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇപ്പൊ ജസ്റ്റ് ഇതൊരു ഫേക്ക് പാമ്പാണ് നിങ്ങളിപ്പോ കാണുന്നത്, എന്റെ കാലിന്റെ അവിടെ നിൽക്കുന്ന പോലെ. പക്ഷെ ഇത് കുറച്ചും കൂടെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഈ പൂച്ചയെന്ന് വെച്ചാൽ AR വെച്ച് ഞാൻ ചെയ്തതാണ്. പക്ഷെ കുറച്ചും കൂടെ അവിടെ നിർത്താൻ ഞാനത് നോക്കി. കുറെ നേരം അവിടെ നിന്ന് ഒരു 5-10 മിനിറ്റ് അവിടെ നിന്ന് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ ഒരു ഫോട്ടോ ആക്കിയത്. ഞാൻ ഇനി ഒന്ന് ടെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചത് ഈ ക്യാമറേന്റെ നോർമൽ ഫോട്ടോ. നിങ്ങളിപ്പോ കാണുന്നത് നോർമൽ ഫോട്ടോയാണ്. നോർമൽ ഫോട്ടോ കണ്ടില്ലേ? പിന്നെ വരുന്നതെന്ന് വെച്ചാൽ അൾട്രാ വൈഡ് ആണ്. അൾട്രാ വൈഡ് കുറച്ചും കൂടെ ഞാൻ ഇപ്പം അടുത്തായിരുന്നു നേരത്തെ നോർമൽ നിന്നത്. അൾട്രാ വൈഡ് നോക്കിയപ്പോഴത്തേക്കും കുറച്ചും കൂടെ സൈഡ് എടുത്തു. നല്ല അൾട്രാ വൈഡ് ക്യാമറയാണ് ഇതിൽ വരുന്നത്. പിന്നെ സൂം ചെയ്തപ്പോഴും നല്ല ഒരു 2x സൂം വരെ നല്ലതാണ്. 3, 4 ആകുമ്പോഴത്തേക്കും കുറച്ച് പിക്സൽ പോകുന്നുണ്ട്. പിന്നെ മാക്രോ ഇപ്പം ചെറുതായിട്ടൊന്ന് ഇതായി പോയി, പക്ഷെ നല്ല മാക്രോ ആണ്. പോർട്രേറ്റ് ഇപ്പൊ കാണുന്നത് നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ നല്ല ബ്ലറാണ്. അപ്പൊ OnePlus Nord നല്ല ക്യാമറയിൽ നല്ലതാണ്. നമുക്കിനി ജസ്റ്റ് എന്റെ സ്പീഡ് ടെസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. നെറ്റിന്റെ സ്പീഡ് ടെസ്റ്റ് ഞാൻ ഇപ്പം ഒക്കിയോന്റെ സ്പീഡ് ടെസ്റ്റ് ആപ്പാണ് എടുക്കുന്നത്. ഓക്കെ, ഞാൻ ഇപ്പൊ സ്പീഡ് ടെസ്റ്റിന് ഒക്കിയോന്റെ ആപ്പ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇപ്പം ജസ്റ്റ് ഗോ കൊടുക്കുവാണ്. ഇപ്പൊ ആണ് കിടക്കുന്നത്, വോഡാഫോൺ ഐഡിയ. അപ്പം കൊച്ചിയിലത്തെ സെർവറുമായിട്ടാണ് ഇപ്പൊ കണക്ട് ആയിരിക്കുന്നത്. കൊച്ചിയിലത് നിങ്ങളിപ്പോ ആ സ്പീഡ് കണ്ടായിരുന്നോ? 30 MB വരെ കഴിഞ്ഞു പോയി. ഇപ്പൊ കുറയുന്നുണ്ട് കുറച്ച്, പക്ഷെ 30 MB വരെ എത്തി. പെട്ടെന്നായിരുന്നു 30 MB എത്തിയിട്ട് ഇപ്പൊ 17 MB ആണ് ഡൗൺലോഡ് സ്പീഡ്. 18. ഓക്കെ, നല്ല സ്പീഡുണ്ട്. 13 MB വരെ അപ്ലോഡ് സ്പീഡ് വരുന്നുണ്ട്. 16 MB കഴിഞ്ഞു. ഇപ്പം നല്ല അപ്ലോഡ് സ്പീഡാണ്. അത് കാരണം നോർമലിനെക്കാട്ടും ഇപ്പം ഞാൻ ഇവിടെ വെറുതെ നിൽക്കുവാണ്. ഇപ്പം 4G+ ആണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ ഇപ്പൊ ഇന്ത്യയിൽ 5G ഇറങ്ങുന്നുണ്ട്. എന്തായാലും ഉറപ്പായിട്ടും ജിയോ ആയിരിക്കും അത് ഫസ്റ്റ് ഇറക്കുന്നത്. ജിയോന്റെ ടെസ്റ്റ് ഒക്കെ ചെയ്തത് സക്സസ്ഫുൾ ആയിരുന്നു. അപ്പം ഒന്നെങ്കിൽ ഈ 2020 ലേറ്റിന് വരും, അല്ലെങ്കിൽ 2021 ഏർലി ജനുവരി ഫെബ്രുവരിയിലേക്ക് 5G വരും. 18.8 ഡൗൺലോഡ് സ്പീഡും 13.9 അപ്ലോഡ് സ്പീഡും വരുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടെ കാണിച്ചു തരാം. ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒന്ന് സ്പീഡാക്കി തരാം. ഇത് പോട്ടെ. ഓക്കെ, അതാ ഇപ്പൊ വന്നിരിക്കുന്ന 14.7ഉം 10.9 കുറച്ച് കുറഞ്ഞു. പക്ഷെ ഇതിപ്പോ 4G+ വിത്ത് 3 ബാർ സിഗ്നൽസ് ഒക്കെ ഉണ്ട്. ഇപ്പോഴും ഇതിന്റെ ചാർജ് കുറഞ്ഞിട്ടേ ഇല്ല. അതാ ഇപ്പൊ 94 തന്നെ. ഞാൻ ഇത് ഇപ്പൊ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് 99-ലായിരുന്നു. ഇപ്പൊ 94 ആയി. ഞാൻ ഇനി എഡിറ്റ് ചെയ്ത് കുറെ കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു 1 മണിക്കൂറൊക്കെ ആയി ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഓക്കെ, ഞാൻ ഇവിടെ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഇവിടെ സെൻ മോഡ് ഉണ്ട്, റീഡിംഗ് മോഡ് ഉണ്ട്, ബെഡ് ടൈം മോഡ് ഉണ്ട്, എയർപ്ലെയിൻ മോഡ് ഉണ്ട്, നൈറ്റ് മോഡ് ഉണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻവേർട്ട് കളേഴ്സ് ആണ്. അപ്പൊ ഈ ഇൻവേർട്ട് കളേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ വൈറ്റ് ആണെങ്കിൽ ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്ലാക്ക് ആവും. അപ്പൊ അതാ ഇൻവേർട്ട് കളേഴ്സ് ഓൺ ആക്കിയിട്ടുണ്ട്. നിങ്ങളിപ്പോ കാണുന്നുണ്ടോ? അതായത് ഇപ്പൊ എല്ലാ കളറും ഇൻവേർട്ട് ആയി. ഇപ്പൊ എന്റെ ചാനൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ അത് ഫുള്ള് ഇൻവേർട്ട് ആയിട്ടുണ്ട്. നേരത്തെ എന്റെ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കാം. നിങ്ങളത് കണ്ടോ? എന്റെ ഫുൾ കളറും ഇൻവേർട്ട് ആയി. ഞാൻ ഇട്ടിരുന്ന ഷർട്ട് തന്നെ കുറെ ഇൻവേർട്ട് ആയി. ഇവിടെ ഇരിക്കുന്ന എല്ലാം ഇൻവേർട്ട് ആവും. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ അതായിരുന്നു ഇൻവേർട്ട്. പിന്നെ സെൻ മോഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പം ഇങ്ങനെ യോഗയോ എന്തെങ്കിലും ചെയ്യുമ്പം ഫോൺ ഫുൾ ഡൗൺ ആയിരിക്കണം. കോളും ഇല്ല, ഒന്നുമില്ല, എല്ലാം ബ്ലോക്ക് ചെയ്യും ഫോൺ 1 മിനിറ്റത്തേക്ക്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇരിക്കാൻ കഴിയും. പിന്നെ നമ്മളിപ്പോ ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ വർക്കിങ്ങിന്റെ ഇതൊക്കെ ഉണ്ട്. വർക്ക് മോഡും ലൈറ്റ് മോഡും അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഈ ഫോണിൽ കുറെ ഫീച്ചേഴ്സ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് നെറ്റ്ഫ്ലിക്സ് ഒക്കെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പറ്റത്തില്ല. ബാക്കിയുള്ള ആപ്പ് നമുക്ക് അൺഇൻസ്റ്റാൾ ഒക്കെ ചെയ്യാം. ഇതിൽ ഓൺ ദ ബോർഡ് ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള അതായത് ഈ ഗൂഗിളിന്റെ കുറച്ച് ആപ്പൊക്കെ ഇല്ലേ, പോഡ്കാസ്റ്റ്. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ വരുന്നത് ഫയൽസും ഫയൽ മാനേജർ എന്നും പറഞ്ഞ് 2 എണ്ണമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് പ്രശ്നവും. പിന്നെ OnePlus Nord എന്താണ് ഇത്രയും വില കൂടാനും കാരണം, പിന്നെ എന്താ ഇത്രയും വില കുറയാനും കാരണം. സോ അവര് OnePlus കുറെ നാളായിട്ട് ഇങ്ങനെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് ഒക്കെ ഇറക്കുന്നത് 40,000-50,000 രൂപയുടെ ഫോൺസ് ഒക്കെ ഇറക്കുന്ന കമ്പനിയാണ്. അപ്പൊ അവരെ വിചാരിച്ചു ജസ്റ്റ് നമുക്ക് സാധാ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റുന്ന ഒരു ഫോൺ ഇറക്കാന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അത് നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഈ OnePlus 8-ലത്തെ ക്യാമറ അതൊക്കെ വെച്ചിട്ട് 48 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറ അതിൽ നിന്ന് എടുത്ത ക്യാമറയാണ്. അപ്പൊ അതൊക്കെ വരാനായിട്ട് അവർ കുറെ നോക്കി.
അങ്ങനെ വില കുറയ്ക്കുകയും ചെയ്തു. പിന്നെ വില കൂടാൻ കാരണം എന്ന് വെച്ചാൽ ചീപ്പ് ഈ സ്നാപ്ഡ്രാഗൺ 765G 5G പ്രോസസ്സറൊക്കെ വരണമെങ്കിൽ കുറച്ച് പ്രൈസ് കൊണ്ടും. കാരണം അതൊക്കെ ഇപ്പം ഈ 20 to 30 സെഗ്മെന്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചിപ്പുള്ള ഫോൺ ഇത് മാത്രമേ ഉള്ളൂ. വേറെ ഞാൻ കുറേ നോക്കിയായിരുന്നു ഗൂഗിളിൽ, പക്ഷെ ഈ ഫോൺ മാത്രമേ ഉള്ളൂ. അപ്പൊ അത്രയ്ക്കും വില കുറക്കണമെങ്കിൽ കുറച്ച് അവരെ ഇത് ചെയ്യേണ്ടി വന്നു. ഓക്കെ, ഞാൻ അപ്പൊ അങ്ങനെ പറഞ്ഞതിന്റെ വീഡിയോ നിർത്തുവാണ്. നിങ്ങൾക്കിത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കഴിയുവാണെങ്കിൽ നല്ലോണം ഷെയർ ചെയ്യാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.